ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധമായ നോമ്പിൽ അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വഴിയാണ് മാനസാന്തരം. സുറിയാനി സഭയിലെ സന്ധ്യാപ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, പൂർവ്വപിതാക്കന്മാരെല്ലാം നോമ്പ് നോക്കിയത് അവർക്ക് അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് നാം ഓരോ പ്രാർത്ഥനയിലും ഏറ്റുപറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥന ഇങ്ങനെ പറയുന്നു: നോമ്പ് മൂലം മോശ ദൈവത്താൽ എഴുതപ്പെട്ട കൽപ്പനകൾ പ്രാപിച്ചു. നോമ്പിനാൽ ഏലിയ ദൈവേഷ്ടനായി തീരുകയും ആകാശവും ഭൂമി അവനെ അനുസരിക്കുകയും ചെയ്തു. അസൂയ, കുരള മുതലായ തിന്മകളെ വെടിഞ്ഞ് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുകയും തൻ്റെ നടപടികളാൽ കർത്താവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാകുന്നു. കർത്താവിൻ്റെ വചനമനുസരിച്ച് നോമ്പ് നോറ്റ് ദൈവത്തിന് പ്രീതികരമായി ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തി ഒരു ഭാഗ്യവാനാകുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് നമ്മൾ നോമ്പിലെ ഓരോ സന്ധ്യാപ്രാർത്ഥനയിലും ഏറ്റുചൊല്ലുകയാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ നോമ്പിൽ ഒരു വ്യക്തി തിന്മകളെ ഉപേക്ഷിച്ച്, പാപത്തെ വെറുത്തുപേക്ഷിച്ച് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹത്തിന് കാരണമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടാതിരിക്കുന്നത് നാശത്തിന് കാരണമാണെങ്കിൽ ഒരു വ്യക്തി പാപത്തെ ഓർത്ത് അനുദപിച്ച് പാപം വെറുത്തുപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ, മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ അത് കാരണമായി തീരുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധമായ നോമ്പിൽ അനുഗ്രഹം പ്രാപിക്കാൻ പാപത്തെ ഉപേക്ഷിച്ച് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടണമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ വെളിപ്പെടുത്തുകയാണ്. ഈ വചനം പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമയും കൂടി പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6-ാം വാക്യം മുതൽ അവൻ ഈ ഉപമയും പറഞ്ഞു: ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവനതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്: ഞാനിപ്പോൾ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയാതെ നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ: കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഉപമയിലൂടെ മാനസാന്തരപ്പെടാത്തൊരു വ്യക്തിക്കുണ്ടാകുന്ന അനന്തരഫലം ഈ ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഈ തോട്ടക്കാരൻ ഉടമസ്ഥനോട് പറയുകയാണ്. ഇവിടെ ഈ ഉപമയിൽ അത്തിവൃക്ഷം എന്ന് പറയുന്നത് ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമായ കർത്താവാണ്. തൻ്റെ സഭയാകുന്ന മുന്തിരിത്തോപ്പിൽ ഇതാ ദൈവം നട്ട് നനച്ച് വളർത്തിയിരിക്കുന്ന ഒരു അത്തിവൃക്ഷം. എന്നാൽ അതിൽ ഫലം കായ്ക്കേണ്ട സമയത്ത് ഫലമില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ എന്തിനാണ് ദൈവം ഈ സഭയിൽ നമ്മെ നിർത്തിയിരിക്കുന്നത്, ഈ ലോകത്തിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ സത്യം തിരിച്ചറിയാതെ ഇന്ന് പാപത്തിന് അടിമപ്പെട്ട്, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട്, പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് നടന്നു പോകുന്ന ഓരോ വ്യക്തിയെയും കണ്ടുകൊണ്ട് ദൈവം വേദനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എപ്പോഴും ദുഷിച്ച ദൈവവുമായി കർത്താവ് കണ്ടു.
മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവയായ ദൈവം അനുതപിച്ചു, വേദനിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇന്ന് നമ്മെ കണ്ടുകൊണ്ട് ദൈവം വേദനിക്കുകയാണോ? ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, പാപത്തിൻ്റെ അടിമനുഖത്തിൽ പിശാചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മെ കണ്ടുകൊണ്ട് ദൈവം കരയുകയാണ്, വേദനിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് ദൈവം കരയുകയാണ്. വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യൻ, ഇന്ന് പാപം ചെയ്യാനുള്ള ദാഹത്തോടെ പാപത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തെ കണ്ടുകൊണ്ട് ദൈവമായ കർത്താവ് പറയുകയാണ്, വെള്ളം കുടിക്കുന്ന പോലെ അകൃത്യം കുടിക്കുന്ന ജനം. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിക്കാം. നാം ഈ പരിശുദ്ധമായ നോമ്പിൽ പാപത്തെ ഓർത്ത് അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം കർത്താവിൻ്റെ വചനം പറയുന്നു, നാശമാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു ഉപമയിലൂടെ പറയുകയാണ്, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ എന്ന്. ദൈവം നമ്മെ കണ്ടുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഓരോ വർഷവും നമ്മിൽ ഓരോ നോമ്പിലും നമ്മളെ പരിശോധിക്കുക. ഈ വർഷം മാനസാന്തരപ്പെടും, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഓരോ നോമ്പിലും നമ്മെ ദൈവം ഉറ്റുനോക്കുമ്പോൾ ഫലമില്ലാത്തത് കണ്ടുകൊണ്ട് ദൈവം വേദനിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മാനസാന്തരപ്പെടാത്ത വ്യക്തിക്ക് നാശമാണ്. അതുമാത്രമല്ല, മാനസാന്തരപ്പെടാത്ത ഒരു ദേശത്തിന് തന്നെ നാശമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവ് 2-3 പട്ടണത്തെ വേദനയോടെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അതിനെ ശാസിച്ചു. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബെത്സൈദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയുടെ ദിവസത്തിൽ നിങ്ങൾ സോറിനും സീദോനും സഹിക്കാവുന്നതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ 2 പട്ടണങ്ങളെ കർത്താവായ യേശുക്രിസ്തു ശാസിക്കുക. യേശു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ചില പട്ടണങ്ങളെയാണ് ശാസിക്കുന്നത്. അവിടെ നടന്ന വീര്യപ്രവൃത്തികൾ വിജാതിരുടെ ഇടയിൽ നടന്നിരുന്നെങ്കിൽ അവിടെ അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുമായിരുന്നു. ആ വലിയ പ്രതീക്ഷയോടെ യേശു ആ പട്ടണങ്ങളെ ശാസിക്കുക. വീണ്ടും അതിൻ്റെ 23-ാമത്തെ വചനം കർത്താവിൻ്റെ വചനം പറയുന്നു, നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അതിന്നു വരെ നിലനിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമരുടെ നാടിന് സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സോദോം ഗോമോറ പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് നശിച്ചുപോയൊരു ദേശമാണ്. എന്നാൽ വചനം പറയുകയാണ്, ന്യായവിധിയിൽ കഫർന്നഹൂമിനേക്കാളും നീതി സോദോം എന്ന പട്ടണത്തിൽ ലഭിക്കും. കാരണം അവർ ഈ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ അറിഞ്ഞില്ലായിരുന്നു, കണ്ടില്ലായിരുന്നു. ഇവിടെ ദൈവം പറയുകയാണ്, കഫർന്നഹൂമേ, നിനക്ക് സ്വർഗത്തോളം ഉയർന്നിരിക്കും, നീ പാതാളത്തോളം താണുപോകും. കഫർന്നഹൂം എന്ന് പറയുന്ന യേശു ഏറ്റവും കൂടുതൽ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലമാണ്. അത് ആ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ടൗൺ ഓഫ് ജീസസ് എന്നാണ്. യേശുവിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന, യേശു ഏറ്റവും കൂടുതൽ നാൾ താമസിച്ച, ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു പട്ടണമായിരുന്നു ഈ കഫർന്നഹൂം. അഗ്രഹാരം പോലെ കൂട്ടുകുടുംബങ്ങൾ ഒരു ഭവനത്തോട് ചേർന്ന്, ഒരു ഭിത്തിയോട് ചേർത്ത് അടുത്ത ഭവനം, ഇങ്ങനെ ഭവനങ്ങൾ കൂടി ഒരു വലിയൊരു ജനസമൂഹം തിങ്ങിപ്പാർത്തിരുന്ന ഈ കഫർന്നഹൂം, അവിടെ യേശു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലമാണ്. അവിടെ ഒരു സിനഗോഗുണ്ട്. ആ സിനഗോഗിലാണ് കർത്താവ് എല്ലാ ശബത്തിലും ദൈവവചനം പ്രഘോഷിച്ച് അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതും ഭൂതങ്ങളെ പുറത്താക്കിയതും. ആ കഫർന്നഹൂമിൽ വെച്ചാണ് കർത്താവായ യേശുക്രിസ്തു കൈ ശോഷിച്ചവന് സൗഖ്യം നൽകിയത്. 4 ആൾ കൂടി എടുത്തുകൊണ്ട് വന്ന തളർവാദ രോഗിക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾ മോചിച്ച്
രോഗസൗഖ്യം നൽകി എഴുന്നേൽപ്പിച്ചത് ഈ കഫർനഹൂമിൽ വെച്ചാണ്. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ കണ്ട ഈ ജനം, ഇത്രമാത്രം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട ഈ ജനം മാനസാന്തരപ്പെടാകിയാൽ ദൈവം പറയാണ്, സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന കഫർനഹൂമേ, നീ പാതാളത്തോളം താഴും. മാനസാന്തരപ്പെടാത്ത, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ എത്രമാത്രം ആകാശത്തോളം ഉയർന്നിരുന്നാലും, നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും അത് പാതാളത്തോളം നിലം പതിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവവചനത്തിലൂടെ നാം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നാം യാത്ര ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ അന്ത്യമെന്ന് പറയുന്നത് അധപ്പതനമായിരിക്കും. ഇവിടെ കർത്താവ് വചനം പറയുകയാണ്, സോദോമിനേക്കാൾ ദുരിതമായ ന്യായവിധിയായിരിക്കും നിനക്ക് ദൈവം അന്ത്യനാളിൽ നൽകാൻ പോകുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധമായ നോമ്പ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാനുള്ള മുഖാന്തരങ്ങളായി നാം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് നാം മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യുകയാണ്, എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും മാനസാന്തരം ആവശ്യമാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം കൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം എല്ലാ മനുഷ്യരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തിനാണ് മാനസാന്തരം എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ മാനസാന്തരം ആവശ്യമാണ്. ഇന്ന് അനേകം പേര് സുവിശേഷത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ കാരണം മാനസാന്തരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, വിശുദ്ധ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മാനസാന്തരപ്പെടുന്നൊരു വ്യക്തിക്കാണ് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനും പാപം വെറുത്തുപേക്ഷിക്കുവാനും നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കാനും സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ അല്ലാത്തത് കൊണ്ടാണ്. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും അത് ആ വ്യക്തിക്ക് അനുഗ്രഹമായി തീരുവാനും മുഖാന്തരമായി തീരുന്നു. അടുത്തത്, ഒരു മനുഷ്യൻ എന്തുകൊണ്ട് മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു? മാനസാന്തരത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന്, ക്ഷമിക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാ മുഖാന്തരം അരുളി ചെയ്യുകയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ, പാപമോചനം ലഭിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരപ്പെടുന്ന വ്യക്തിക്കാണ് പാപമോചനം. വീണ്ടും അപ്പോസ്തലപ്രവൃത്തികളുടെ 8-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമെന്ന് കർത്താവ് ചെയ്യുക. അതായത് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിക്കാണ് പാപക്ഷമ ലഭിക്കുന്നത്, പാപമോചനം ലഭിക്കുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. പാപമോചനം ലഭിക്കാൻ മാനസാന്തരം ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് പാപക്ഷമ ലഭിക്കുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ നയിക്കപ്പെടും. ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജഡത്തിൻ്റെ ആസക്തിയാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണോ, അതോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ? നാം മാനസാന്തരപ്പെട്ട് പാപം ക്ഷമിക്കപ്പെടുമ്പോഴാണ്
ദൈവത്തിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഭൂതങ്ങൾ പുറത്താക്കപ്പെടാൻ, രോഗസൗഖ്യം ലഭിക്കാൻ ഒരു വ്യക്തിക്ക് മാനസാന്തരം ആവശ്യമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അവർ വളരെ ഭൂതങ്ങളെ പുറത്താക്കിയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തൊരു ശുശ്രൂഷയാണ് ഇത്. യേശുക്രിസ്തു മുഖാന്തരം അല്ലെങ്കിൽ യേശുക്രിസ്തു കൽപ്പിച്ച് അയച്ചതുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെ ചെയ്തത്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ 2 പേരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി കൽപ്പിച്ചയച്ചു. ഈ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് പുറപ്പെട്ടു. വചനം പറയുകയാണ്, മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, വളരെ ഭൂതങ്ങളെ പുറത്താക്കിയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. മാനസാന്തരപ്പെടുന്നവരിൽ നിന്നാണ് ഭൂതങ്ങൾ പുറത്താകുന്നത്. മാനസാന്തരപ്പെടുന്ന വ്യക്തികൾക്കാണ് രോഗസൗഖ്യം ലഭിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർ മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ടവരിൽ അനേകം വ്യക്തികളിൽ നിന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ ഭൂതങ്ങളെ പുറത്താക്കി അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്? നാം നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന പിശാചിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുവാൻ, നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന രോഗാത്മാക്കളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, രോഗാണുക്കളിൽ നിന്ന്, രോഗബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ മാനസാന്തരം ആവശ്യമാണ്. അടുത്തത്, ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകാതിരിപ്പാൻ. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാത്തവർക്ക് ശാസനയും ശിക്ഷയും ഉണ്ടെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുക. ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചില ശിക്ഷകൾ, ചില സഹനങ്ങൾ, ചില വേദനകൾ വരുമ്പോൾ മാത്രം മാനസാന്തരപ്പെടുന്ന വ്യക്തികളുണ്ട്. ഇന്ന് പലപ്പോഴും പല ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം കൂടാൻ കടന്നു വരെ വ്യക്തികളെ പരിശോധിക്കുമ്പോൾ അവരോട് ഉപദേശം നൽകി ഒരു ധ്യാനം കൂടണം, ദൈവവചനം കേൾക്കണമെന്ന് പറയുമ്പോൾ അവർക്കതിന് സമയമില്ല, സൗകര്യമില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു സഹനം വരുമ്പോൾ, ദൈവം ചില ശിക്ഷണങ്ങൾ നൽകുമ്പോൾ, ചില രോഗങ്ങൾ, ചില കടബാധ്യതകൾ, ജീവിതത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ ചിലരെ ഓടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ധ്യാനം കൂടാൻ കടന്നു വരും. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സഹനം വരുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നത്? ചില സഹനങ്ങൾ ദൈവം നൽകുന്ന ശിക്ഷണങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില ശിക്ഷണങ്ങൾ ലഭിച്ചിട്ട് മാനസാന്തരപ്പെടാമെന്ന് വിചാരിക്കുന്നതൊക്കെ നല്ലതാണെന്ന് ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവവചനം അനുസരിച്ച് മാനസാന്തരപ്പെടുക. നമ്മൾ സാധാരണ പറയുന്നൊരു പഴഞ്ചൊല്ലാണ്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുന്നത്. ദൈവം ചില ശിക്ഷണങ്ങൾ നൽകി മാനസാന്തരപ്പെടാം എന്ന് വിചാരിക്കുന്നതൊക്കെ നല്ലതാണ്. ഇന്ന് നമുക്ക് ദൈവത്തോട് കൂടെ, ദൈവം നമ്മുടെ സമീപമുള്ളപ്പോൾ ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളത്. ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ദൈവം നൽകുന്ന, മാനസാന്തരപ്പെടാൻ ദൈവം നൽകുന്ന ചില ശിക്ഷണങ്ങളാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും എന്തുകൊണ്ടാണ് എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടുന്ന ദൈവം അരുളി ചെയ്യാൻ കാരണം? കർത്താവിൻ്റെ വചനം പറയുന്നു, അത് വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. ഒരു വ്യക്തി മാനസാന്തരത്തിൽ നിലനിൽക്കുമ്പോഴാണ് വിശുദ്ധിയിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഏത് മനുഷ്യനും വീണു പോകാം, വീഴ്ച ആർക്കും സംഭവിക്കാം. എന്നാൽ വീണെടുത്ത് കിടക്കുന്നത് സുബോധമില്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ എല്ലാവരും വ്യക്തിപരമായ ജീവൻ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നാളിൽ നമ്മൾ ഒത്തിരി തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാനിനി പാപം ചെയ്യില്ല, എൻ്റെ ശരീരത്തെ പരിശുദ്ധമായി ഞാൻ സൂക്ഷിക്കും, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി ഞാൻ പുകവലിക്കില്ല, ഇനി ഞാൻ വ്യഭിചാര പ്രവൃത്തികൾ അടിമപ്പെടുകയില്ല, ഇനി ഞാൻ കണ്ണുകൊണ്ട് പാപം ചെയ്യില്ല, നാവ് കൊണ്ട് പാപം ചെയ്യില്ല, ഇനി ഞാൻ തെറ്റായ ബന്ധങ്ങൾ, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, പ്രേമബന്ധം ഇനി ഉണ്ടാകില്ല. കഴിഞ്ഞ നാളുകളിൽ ചില പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ചില തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ ആ തീരുമാനത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ?
ആ തീരുമാനത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ വീണ്ടും വീണുപോയി ആ പാപത്തിൽ തന്നെ വീണ്ടും വീണ് കിടക്കുന്നുവെങ്കിൽ ഞാൻ സുബോധമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ മാനസാന്തരത്തിൽ നിലനിൽക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ കാരണം നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. പ്രധാന വചനം പറയുന്നു, വെളിപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തിന് അനുഭവപ്പെടുമ്പോൾ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞ നാളെടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി പാപം ചെയ്യുകയില്ല, ഇനി ലോകത്തിൻ്റെ മോഹങ്ങൾ കടിപ്പെട്ട് ജീവിക്കുകയില്ല, മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യാൻ എൻ്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പാകെ ദൈവവചനത്തിൻ്റെ കീഴിൽ ചില കൺവെൻഷനിലൂടെ, ചില ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം കൂടിയതിലൂടെ, ചില സന്ദർഭങ്ങൾ വ്യക്തിപരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കാമെന്ന് തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം നിലനിൽക്കാൻ കഴിയാതെ വീണ് പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീ മാനസാന്തരപ്പെടണം. നീ വീണ് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും അനുദപിക്കണം. വീണ് കിടക്കുന്ന വ്യക്തി സുബോധമില്ലാത്ത വ്യക്തിയാണ്. വീഴ്ച ആർക്കും സംഭവിക്കാം. എന്നാൽ വീണെടുത്ത് കിടക്കുന്നത് സുബോധമില്ലാത്ത അവസ്ഥയാണ്. സുബോധത്തോടെ എഴുന്നേൽക്കണം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് നീ ഓർത്തിട്ട് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിന്ന് നിൻ്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് കഴിഞ്ഞ നാളിൽ എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാൻ നീ വീണ്ടും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് മാനസാന്തരത്തിൻ്റെ മേൽ ഒരു മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. അതായത് വിശുദ്ധ ജീവൻ നയിക്കാൻ തീരുമാനമെടുത്ത വ്യക്തി ഇപ്പോൾ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നുവെന്ന് ചിന്തിക്കുകയും എന്നാൽ അറിഞ്ഞറിയാതെ പാപം ചെയ്ത് പാപത്തിൻ്റെ മോഹങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്താൽ നീ നിന്നെ തന്നെ തിരിച്ചറിയണമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് നീ ഓർത്ത് മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് നീ വീണ്ടും വിശുദ്ധ ജീവൻ നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം മാനസാന്തരപ്പെട്ട വ്യക്തികളുടെ മാനസാന്തരം കൂടി ആഗ്രഹിക്കുകയാണ്. ഈ പരിശുദ്ധമായ നോമ്പിൽ എൻ്റെ ജീവിതം, ഞാനിപ്പോൾ ദൈവത്തോടു കൂടെയാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന വ്യക്തിയാണ്, വചനം പഠിക്കുന്ന വ്യക്തിയാണ്, വചനം പഠിപ്പിക്കുന്ന, വചനം പ്രഘോഷിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദൈവത്തോട് ചേർന്നാണ് നടക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയാണ്, നീ ഒരിക്കൽ കൂടി നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. മാനസാന്തരപ്പെട്ട വ്യക്തി വീണ്ടും വീണ്ടും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും എന്തിനാണ് എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണം ദൈവം ആഗ്രഹിക്കാൻ കാരണം? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ മരണം എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. ഈ ലോകത്തിൽ ഒരു കാര്യം എപ്പോൾ സംഭവിക്കുമെന്ന് അറിയാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. ഒരു മനുഷ്യൻ്റെ മരണം എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. മൂന്നാമത്, ലോകത്തിൻ്റെ അവസാനം എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ചെന്ന് ആർക്കും അറിയില്ല. ഈ 3 കാര്യങ്ങൾ എപ്പോൾ, എങ്ങനെയെന്ന് ആർക്കും അറിയായതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഉണർന്നിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഞാൻ ഈ ലോകത്ത് മരണം വഴി മാറ്റപ്പെടാം. എപ്പോൾ വേണമെങ്കിലും എൻ്റെ യേശു വാഗ്ദത്തം ചെയ്തതുപോലെ വീണ്ടും വരാം. എപ്പോൾ വേണമെങ്കിലും ലോകം അവസാനിക്കാം. ഇതെപ്പോൾ സംഭവിച്ചാലും ഞാൻ ദൈവരാജ്യത്തിന് നിത്യജീവൻ അവകാശിയായി തീരുവാൻ മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും ദൈവരാജ്യത്തോട്, സ്വർഗത്തോട്, നിത്യജീവനോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട്
കർത്താവായ യേശു ക്രിസ്തു പറയുക, സ്വർഗരാജ്യം നിനക്ക് സമീപമായിരിക്കുകയാൽ നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം, സ്വർഗരാജ്യം അവകാശമാക്കാൻ കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, മാനസാന്തരത്തിൻ്റെ പ്രവൃത്തിയിൽ ജീവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ആഹ്വാനം ചെയ്യും. ഈ പരിശുദ്ധമായ നോമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ സ്വയം നമ്മെ തന്നെ കഴുകുവാൻ, വിശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുറിവിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കേട്ട വചനങ്ങളാൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഈ മണിക്കൂറിൽ കർത്താവ് ഞങ്ങളോട് നീ സംസാരിച്ചല്ലോ. കർത്താവ്, ഞങ്ങളിന്ന് നാശത്തിൻ്റെ വഴിയിലൂടെയാണോ അതോ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെയാണോ ഞങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നാശത്തിൻ്റെ വഴിയിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക്, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പ്രിയ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. ഞങ്ങളെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണം. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ, മാനസാന്തരപ്പെട്ടവർ വീണ്ടും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ, നിത്യജീവൻ അവകാശമായ ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ, മാനസാന്തരപ്പെട്ടൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പിൽ അനുദപിക്കുവാൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ, ഒരു പുതുക്കം പ്രാപിക്കുവാൻ, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുവാൻ ഈ വചനം മുഖാന്തരം ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും മാനസാന്തരത്തിലൂടെ പാപമോചനം നൽകണം, മാനസാന്തരത്തിലൂടെ രോഗസൗഖ്യം നൽകണം, മാനസാന്തരത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥന ട്രബയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വം എടുത്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.